പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ കെമിസ്ട്രിയുടെ രസതന്ത്രത്തിൻ്റെ ഒന്നാമത്തെ ക്ലാസ്സിൽ നിങ്ങൾ ആറ്റത്തിലെ ഷെല്ലുകളെക്കുറിച്ചും ആ ഷെല്ലുകളിലെ സബ് ഷെല്ലുകളെക്കുറിച്ചും ഓരോ സബ് ഷെല്ലുകളിലും എത്ര ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളുന്നു എന്നതിനെക്കുറിച്ചുമാണ് പഠിച്ചത്. ഇനി നമുക്ക് അതിന് തുടർച്ചയായി ഈ സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സബ് ഷെല്ലുകളിൽ ഉള്ള അല്ലെങ്കിൽ സബ് ഷെല്ലുകൾ രീതിയിലുള്ള ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതാം എന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഒരു നോട്ട് പുസ്തകവും പേനയും നിങ്ങൾ കയ്യിൽ വെച്ചിട്ട് വേണം ഈ ക്ലാസ് കേൾക്കാൻ. സോ ദാറ്റ് ഇറ്റ് ഈസ് വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ എങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഏത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതുന്നു എന്നാണ് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമുക്കറിയാം, സാധാരണ നിങ്ങൾക്ക് എന്താണ് തരുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ? വി മസ്റ്റ് നോ വാട്ട് ഈസ് ദി ഹൗ മെനി ഇലക്ട്രോൺസ് ആർ പ്രസന്റ് ഇൻ ദി ആറ്റം. ഒരു ആറ്റത്തിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് എന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറ്റുള്ളൂ. അതിന് നമ്മൾ സാധാരണ എന്താണ്, ഏത് രീതിയിലാണ്, നിങ്ങൾ 9ാം ക്ലാസ്സിലൊക്കെ കേട്ടതാണ്. യു വിൽ ബി ഗിവൺ ദ അറ്റോമിക് നമ്പർ. നിങ്ങൾക്ക് അറ്റോമിക് നമ്പർ തരും ഒരു മൂലകത്തിൻ്റെ. ചിലപ്പോൾ മൂലകത്തിൻ്റെ സിമ്പിൾ റിയൽ സിമ്പിൾ ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് അക്ഷരമായിരിക്കും ഉപയോഗിക്കുക. വാട്ട് എവർ ഇറ്റ് മേ ബി, അതെന്തായാലും പ്രശ്നമില്ല. വി മസ്റ്റ് ഗെറ്റ് ദി അറ്റോമിക് നമ്പർ. ഫോർ എക്സാമ്പിൾ നമുക്ക് തുടക്കം. നമുക്കറിയാം ദ ഫസ്റ്റ് എലമെന്റ് മീൻസ് ദ എലമെന്റ് വിച്ച് ഹാസ് ഓൺലി വൺ ഇലക്ട്രോൺ. വാട്ട് ഈസ് ഇറ്റ്? ഹൈഡ്രജൻ ആണ്. ദ അറ്റോമിക് നമ്പർ ഓഫ് ഹൈഡ്രജൻ ഈസ് 1. എന്താ നമ്മൾ ഇനി ചെയ്യേണ്ടത്? വി മസ്റ്റ് റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഒന്നാമത്തെ ക്ലാസ്സിൽ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നിങ്ങൾ സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ എഴുതാൻ പാടുള്ളൂ. നിങ്ങൾ എഴുതിയ പോലെ ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ല. അപ്പോൾ അത് മെൻഷൻ ചെയ്തില്ലെങ്കിലും സബ് ഷെല്ലാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 9ാം ക്ലാസ്സിൽ നിങ്ങൾ ചെയ്തിരുന്നത് എങ്ങനെയായിരുന്നു? വാട്ട് ഈസ് ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നിങ്ങൾ എഴുതിയിരുന്നത് K = 1 എന്ന് എഴുതുമായിരുന്നു. ബിക്കോസ് ആ സമയത്ത് നിങ്ങൾ ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. ഇവിടെ നമുക്കത് പോരാ. അപ്പോൾ നമുക്ക് സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. എന്താണ് ഒരു കുട്ടിക്ക് ആദ്യം അറിയേണ്ടത്? വിച്ച് ഈസ് ദ ഫസ്റ്റ് സബ് ഷെൽ? ഇൻ 9th സ്റ്റാൻഡേർഡ് യു മസ്റ്റ് നോ വിച്ച് ഈസ് ദ ഫസ്റ്റ് ഷെൽ. K. സിമിലർലി അതേപോലെ യു മസ്റ്റ് നോ വിച്ച് ഈസ് ദി ഫസ്റ്റ് സബ് ഷെൽ. വാട്ട് ഈസ് ഇറ്റ്? 1s. റൈറ്റ്, 1s. ഓക്കെ, 1s നിങ്ങൾ എഴുതി കഴിഞ്ഞു. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഹൗ മെനി ഇലക്ട്രോൺസ് ആർ പ്രസന്റ് ഇൻ ദി എസ് സബ് ഷെൽ? ആൻഡ് യു നോ ദ അറ്റോമിക് നമ്പർ ഓഫ് ഹൈഡ്രജൻ ഈസ് 1. ദാറ്റ് മീൻസ് ഇറ്റ് ഹാസ് ഓൺലി 1 ഇലക്ട്രോൺ. ദെയർഫോർ വി മസ്റ്റ് റൈറ്റ് 1 ഇൻ ദി എസ് സബ് ഷെൽ. ഇത് എഴുതുന്ന രീതി നിങ്ങൾ നോക്കൂ. എസ് എന്ന് എഴുതിയ അക്ഷരത്തിൻ്റെ കുറച്ച് മുകളിലായി സൂപ്പർസ്ക്രൈബ് കുറച്ചൊരു വലതുവശത്തായിട്ടാണ് എഴുതേണ്ടത്. ഇത് വായിക്കേണ്ടത് 1s. ദിസ് ഈസ് ദി സബ്. കഴിഞ്ഞു. ഇതാണ് സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഹൈഡ്രജൻ. ഇതെന്താണ്? 1s1. വാട്ട് ഈസ് ദിസ് 1? വിച്ച് ഈസ് ഈ വലിയ 1 എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ദി നമ്പർ ഓഫ് ദ ഷെൽ. ഷെല്ലിൻ്റെ നമ്പറാണ്. ഇത് നിങ്ങൾക്ക് പിന്നീട് ആവശ്യം വരുന്നത് കൊണ്ടാണ് ഞാനത് വീണ്ടും ഊന്നി പറയുന്നത്. ഷെൽ നമ്പർ, എത്ര ഷെല്ലുണ്ട്? ഇതാ ഒരു ഷെല്ലാണ് 1. ആൻഡ് വാട്ട് ഈസ് ദിസ്? യെസ്, ദ സബ് ഷെൽ പ്രസന്റ് ഇൻ ദി ഫസ്റ്റ് ഷെൽ. ആ K ഷെല്ലിലുള്ള സബ് ഷെല്ലാണ്. വാട്ട് ഈസ് ഇറ്റ്? യെസ്, ഒന്നാമത്തെ ഷെല്ലിൻ്റെ യെസ്. ഇത് അതിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ആ സബ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഒരു ഇലക്ട്രോൺ ഉണ്ട്. Therefore the electronic configuration of hydrogen is over. Okay, next element is what? Helium. Atomic number of helium is what? 2. ഇതിൻ്റെ തുടർച്ചയല്ല. ഹൈഡ്രജൻ ആറ്റം കഴിഞ്ഞു. ഇത് വേറൊരു എലമെന്റ് ആണ്, ഹൈഡ്രജൻ. And you know hydrogen has 2 electrons because the atomic number of helium has 2 electrons because the atomic number of helium is 2. എന്താ നമ്മൾ എഴുതേണ്ടത്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഈ ഹീലിയം ആറ്റത്തിലും എങ്ങനെയായിരിക്കും ഇലക്ട്രോൺ ഫില്ല് ചെയ്തിട്ടുണ്ടാവുക? ഏതാണോ ഏറ്റവും എനർജി കുറവ് അത് 1s ആണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം 1s എഴുതും. ഏതൊരു ആറ്റത്തിൻ്റെയും ഫസ്റ്റ് സബ് ഷെൽ എന്ന് പറയുന്നത് 1s ആണ്. സോ റൈറ്റ് 1s. But here the S sub shell there are 2 electrons. Therefore we must write 2 electrons in the S sub shell. And this is read as 1s2. What is the difference? In this case hydrogen has 1 electron in the S sub shell. Here helium has 2 electron in the S sub shell. Both S sub shell are present in the first shell. ഇത് രണ്ടും ഒരു ഷെല്ലേ ഉള്ളൂ. Hydrogen has 1 shell, helium has 1 shell. But the number of electrons are different. Then next, lithium. Atomic number is 3. Lithium is a metal, that you know. That means lithium has 3 electrons. What is the electronic configuration? First sub shell 1s. Okay, and there are 3 electrons. You have to write it. Just write. Though I am not seeing you, ഞാൻ നിങ്ങളെ കാണുന്നില്ലെങ്കിൽ I can imagine what you are going to. Some are okay, but there may be a chance. ഒരു സാധ്യതയാണ് പറയുന്നത്. Some students may write like this 1s3.
Is it correct? Not at all. Because we must know that in the first class I already told you that each subshell has a particular number of electrons that can be accommodated, and in the case of S it is 2. There are 2 electrons. Therefore this is wrong. Therefore we must write what? 1s2. Why? Because F subshell can carry 2 electrons maximum. That is already filled. But we know that lithium has 3 electrons, so 1 more electron. So what is it? Then the 3rd electron, where it goes? It goes to the second shell, 2. It has another subshell, 2s1. See, in the 9th standard, what would be the answer? K is equal to 2, L is equal to 1. Shell-wise electronic configuration. Here subshell electronic configuration, 1s2. That means K has 2 electrons, 1s2. ഈ 1s ൽ 2 ഇലക്ട്രോൺ കൊണ്ടു, പിന്നെ ഒരു ഇലക്ട്രോൺ ബാക്കിയുണ്ട്. ആ ഒരു ഇലക്ട്രോൺ രണ്ടാമത്തെ ഷെല്ലിന്റെ എസ് സബ് ഷെല്ലിലേക്ക് പോയി. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്ര ഉണ്ട്? 2 + 1 = 3. നോട്ട് 1 + 2. ദിസ് ഈസ് നമ്പർ ഓഫ് ഷെൽ. So this is the electronic configuration of lithium. Then next element, beryllium, atomic number 4. What is the meaning? Beryllium has 4 electrons. Now it is okay, very simple. You can, I think you might have written it already. Very simple, quick. What is it? First electron, first subshell, 1s, 2 electrons. Second subshell, 2s. How many electrons? 2 electrons. 2 + 2, 4. 4 electron is accommodated. Then next element is boron, atomic number 5. What is it? 1s2, 2s2. How many? 2s2. Why 2s3? It is impossible because each s ഏത് ഷെല്ലായാലും ശരി ആ എസ്സിലെ പരമാവധി 2 ഇലക്ട്രോണേ കൊള്ളുള്ളൂ. അതുകൊണ്ട് നമ്മൾ 2 എഴുതി. ഈ 2 എഴുതി. ഇപ്പം എത്ര ഇലക്ട്രോൺ ആയി? 2 + 2, 4 ഇലക്ട്രോൺ. 1 more electron is remaining. ഒരു ഇലക്ട്രോൺ അവിടെ കിടക്കുന്നുണ്ട്. അതെവിടെ ഉണ്ടായിരിക്കും? അത് രണ്ടാമത്തെ ഷെല്ലിൻ്റെ 2s കഴിഞ്ഞാൽ അടുത്ത സബ്ഷെല്ല്, രണ്ടാമത്തെ ഷെല്ലിൻ്റെ തന്നെ വേറൊരു സബ്ഷെല്ലുണ്ട്. ഏതാണത്? 2p. അതിൽ 1 ഇലക്ട്രോൺ എഴുതും. എന്തുകൊണ്ട്? പിയിൽ 6 ഇലക്ട്രോൺ കൊള്ളും, പക്ഷേ ഇവിടെ ആകെ 5 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ 2 ഇലക്ട്രോൺ ഇതിലെഴുതി, 2 ഇലക്ട്രോൺ ഇതിലെഴുതി, 2 + 2, 4, പിന്നെ 1 ഇലക്ട്രോൺ പിയിൽ എഴുതി. സോ ദിസ് ഈസ് ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ബോറോൺ. സി കാർബൺ, അറ്റോമിക് നമ്പർ 6. വാട്ട് ഈസ് ഇറ്റ്? 1s2, 2s2, 2p2. There are 6 electrons. 2 electron in the first s, 1s, another 2 electron in the 2s, and the remaining 2 electron in the 2p subshell. This is the electronic configuration of carbon. What is next element? 7th element, nitrogen. Nitrogen. Quick. 1s2, 2s2. Next, what is it? 2p. How many electrons? Can we write 2p3? Of course. 3 എഴുതാൻ പറ്റുമോ? പറ്റും, because p can accommodate 6 electrons. Therefore, here we can write 2p3. 2 + 2, 4, + 3 = 7. Oxygen, atomic number is 8. Electronic configuration is what? 1s2, 2s2, 2p4. Fluorine, atomic number 9. Electronic configuration 1s2, 2s2, 2p5. Then next element is what? Neon, atomic number 10. What is it? 1s2, 2s2, 2p6. This is the electronic configuration of neon. Okay, let us discuss one more element. See, what about the next element? What is it? Sodium, atomic number 11. See, in this case, 11, sodium. What is the symbol of sodium? Na, not S. Sodium atom has 11 electron. Electronic configuration very simple. 1s2, 2s2, 2p6, 10 electron. 10 electron I, but it has 11 electron. We cannot write 2p7. Why? Because p can accommodate, p subshell can carry maximum 6 electron. That is already filled. Therefore, അപ്പം നമുക്ക് എന്തറിയണം? ഇനി 11ാമത്തെ ഇലക്ട്രോൺ എവിടേക്ക് പോകും? അടുത്ത സബ്ഷെല്ലിലേക്ക് പോകും. അത് ഏതാണ്? 2p കഴിഞ്ഞാൽ അടുത്തത് ഏതാണ്? ഇനി 2d, രണ്ടാമത്തെ ഷെല്ലിന് ഇനി സബ്ഷെല്ലൊന്നും ബാക്കിയില്ല. അപ്പം 3ാമത്തെ ഷെല്ലിലേക്ക് കയറി. അതിലെ സബ്ഷെല്ല്, ഫസ്റ്റ് സബ്ഷെല്ല് 3s ആണ്. സോ 3s1. ദിസ് ഈസ് ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് സോഡിയം. ഈ രീതിയിലാണ് സബ്ഷെൽ ക്രമത്തിലുള്ള ഇലക്ട്രോൺ വിന്യാസം. ഇത് നിങ്ങളുടെ പിന്നീട് നിങ്ങൾക്ക് പുസ്തകം കിട്ടുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് എഴുതി പഠിക്കാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇനി പറയാവുന്നത്, ഇപ്പോൾ 3s, ഇനി മാക്സിമം ഇതിൽ എത്ര ഇലക്ട്രോൺ കൊള്ളും?
ഒരു ഇലക്ട്രോൺ കൂടി ഉള്ളൂ. അപ്പോൾ 3s2 പറയുമ്പോൾ 12 ആയിരിക്കും. 12 ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ ഇപ്പോൾ മെഗ്നീഷ്യം 12 ആണ്. അപ്പോൾ 1s2, 2s2, 2p6, 3s2. ഓക്കെ. അലൂമിനിയം 13ാമത്തെ എലമെൻ്റ് ആണ് അലൂമിനിയം. വാട്ട് ഈസ് ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? 1s2, 2s2, 2p6, 3s2 മാക്സിമൈസ് ദ നെക്സ്റ്റ് സബ്ഷെൽ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നിങ്ങൾക്കൊരു സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണമെങ്കിൽ യു മസ്റ്റ് നോ ദി സബ്ഷെൽ അറേഞ്ച്മെൻറ്റ്. ആ സബ്ഷെല്ലുകളുടെ അറേഞ്ച്മെൻറ്റ്, വിച്ച് സബ്ഷെൽ നെക്സ്റ്റ്, അത് ആ രീതിയിൽ നിങ്ങൾക്ക് പഠിച്ചേക്കണം. ഇപ്പോൾ 3s കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ നെക്സ്റ്റ് സബ്ഷെൽ? 3s കഴിഞ്ഞാൽ നെക്സ്റ്റ് സബ്ഷെൽ ഈസ് 3p. അപ്പോൾ അതിലേക്ക് പോകും. 13ാമത്തെ ഇലക്ട്രോൺ അവിടെ കിടക്കും. ഈ രീതിയിൽ പിയിൽ എത്ര വരെ വരാം? ഇനിയിപ്പോൾ 14ാമത്തെ ഇലക്ട്രോൺ എവിടേക്ക് വരും? പിയിലേക്ക് വരും. അങ്ങനെ പിയിൽ പരമാവധി 6 ഇലക്ട്രോൺ വരെ ഈ രീതിയിൽ പോകും. ഞാൻ കുറച്ച് ഇലക്ട്രോൺ കഴിഞ്ഞ് തുടർച്ച ഒഴിവാക്കിയതാണ്. ഫോർ എക്സാമ്പിൾ ആർഗൺ, അറ്റോമിക് നമ്പർ 18. വാട്ട് ഈസ് ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? 1s2, 2s2, 2p6, 3s2, 3 2, 2, 4 plus 6, 10 plus 2, 12 and plus 6, 18 electrons. Next element, potassium, atomic number 19. That you have to listen very carefully. Atomic number of potassium is 19. So the electronic configuration is 1s2, 2s2, 2p6, there are 10 electrons. Next 3s2, 12 electron, 3p6, 18 electron. Here you must understand, the last class I told you that third shell has another subshell. മൂന്നാമത്തെ ഷെല്ലിന് വേറൊരു സബ്ഷെല്ലുണ്ട്. ഏതാണത്? 3d. അത് കഴിഞ്ഞിട്ടാണ് 4s. പക്ഷേ ഇലക്ട്രോൺ പി സബ്ഷെല്ല് നിറഞ്ഞു കഴിഞ്ഞാൽ ഈ 3dയിലേക്കല്ല ഇലക്ട്രോൺ പോകുന്നത്. പിന്നെ പോകുന്നത് എവിടേക്കാണ്? തൊട്ടപ്പുറത്തുള്ള 4s സബ്ഷെല്ലിലേക്കാണ്. കാരണം ദ എനർജി ഓഫ് 4s സബ്ഷെൽ ഈസ് just a very little lower than 3d subshell, or the 3d subshell has a little more energy. The energy of d subshell is a little more than 4s subshell. 3d subshellile സബ്ഷെല്ലിനുള്ള ഊർജം, എനർജി 4s സബ്ഷെല്ലിനേക്കാൾ കുറച്ച് കൂടുതലാണ്. ഇലക്ട്രോൺ എപ്പോഴും എവിടേക്കാണോ ഊർജം കുറവ് അങ്ങോട്ടാണ് ആദ്യം ഒഴുകുക. നമ്മളൊരു പ്രദേശത്ത് ജലം ഒഴുകുന്നത് പോലെ ജലം ഒഴുകി ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രദേശമുണ്ടെങ്കിൽ ജലനിരപ്പ് ഇങ്ങനെ വന്ന് ജലം ഇങ്ങനെയല്ല പോവുക. ജലം നേരെ പോയി ഇവിടെ ഫില്ല് ചെയ്തിട്ടേ പിന്നെ ഇങ്ങോട്ട് വരുള്ളൂ. അതുപോലെ എവിടേക്കാണോ ഊർജം കുറവ്, എനർജി എവിടേക്കാണോ കുറവ് അവിടേക്ക് ഇലക്ട്രോൺ പോകും. അതുകൊണ്ട് 4s എന്ന് പറയുന്ന സബ്ഷെല്ലിന് എനർജി കുറവാണ്. അതുകൊണ്ട് ഇലക്ട്രോൺ 3p 18 ഇലക്ട്രോൺ കഴിഞ്ഞാൽ ഇലക്ട്രോൺ പോകുന്നത് 4sലേക്കാണ്. അപ്പോൾ ഒരു കാര്യം ഞാൻ ഇവിടെ എപ്പോഴേ പറയാം, ഈ 3d എന്ന് പറയുന്ന സബ്ഷെല്ലിൻ്റെ സ്ഥാനം ഇപ്പോഴും ഇവിടെ ഉണ്ട്. പക്ഷെ നമുക്കതിന് ഇലക്ട്രോൺ ഇല്ലാത്തത് കൊണ്ട് നമ്മളത് എഴുതുന്നില്ല എന്നുള്ളൂ. Therefore 19ാമത്തെ ഇലക്ട്രോൺ എങ്ങനെ എഴുതും? 4s1. So this is the right electronic configuration of potassium. This was the confusion when you were in 9th standard. അപ്പോൾ 9th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ എഴുതിയിരുന്നു K = ഇവിടെ അങ്ങനെ എഴുതിയിരുന്നത് K2 L 8 M കണ്ടോ. എമ്മിൽ നമ്മൾ 9 എഴുതാത്തതിൻ്റെ കാരണം ഈ പ്രശ്നമാണ്. 2881 അന്ന് എഴുതിയിരുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. ഈ മൂന്നാമത്തെ ഷെല്ലിലെ ഡി സബ്ഷെല്ലിൻ്റെ എനർജി കുറച്ച് കൂടുതലായതുകൊണ്ട്, അതുകൊണ്ട് ആ ഡി സബ്ഷെല്ല് നിറയാതെ ദ ഇലക്ട്രോൺ ഗോസ് ടു 4s സബ്ഷെൽ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നത്. അപ്പോൾ ഇത് വളരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒന്നും കൂടി പറയാം, 3p എന്ന് പറയുന്ന ആ സബ്ഷെല്ല് കഴിഞ്ഞാൽ ഉടനെ വരുന്ന അടുത്ത സബ്ഷെൽ ഈസ് what is it? 3d, but the electron goes to 4s instead of 3d. 3dക്ക് പകരമായി 3dക്ക് വ്യത്യസ്തമായി ഇലക്ട്രോൺ പോകുന്നത് 4sലേക്കാണ്. ഒരു പക്ഷെ അങ്ങനെ ചോദിച്ചേക്കാം എന്തുകൊണ്ട്. ഇപ്പോൾ നമ്മൾ എഴുതണം ഈ 3d സബ്ഷെല്ലിന് ഊർജം കൂടുതലാണ്. ഊർജം കൂടുതലായതുകൊണ്ടാണ് കുറഞ്ഞ 4sലേക്ക് പോയത്. ഇതിനി അങ്ങനെ വരും 19. ഇനി നമുക്ക് 20 നോക്കാം. ഇതിപ്പോൾ പൊട്ടാസ്യത്തിൻ്റെതാണ്. കാൽസ്യം 20 എന്തായിരിക്കും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? ഇവിടെയൊക്കെ പഴയ പോലെ തന്നെ 1s2, 2s2, 2p6, 3s2, 3p6 18ആയി.
ഹിയർ ആൾസോ ദ സെയിം പ്രോബ്ലം. 19ാമത്തെ ഇലക്ട്രോൺ 20ാമത്തെ ഇലക്ട്രോണും ഡിയിലേക്ക് പോകില്ല, അത് 4s പോകും. സോ ദിസ് ഈസ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 4s2. ഓക്കെ, നൗ ലിസൺ. വാട്ട് വിൽ ബി ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് സ്കാൻഡിയം അറ്റോമിക് നമ്പർ 21? that I will write here. 21 scandium. See, 1s2, 2s2, 2p6, 3s2, 3p6. There are 18 electrons, and we know that the next electron goes to 4s subshell. 4s. Now 18, 19, 20, 4s2. Then the 21st electron, 21ാമത്തെ ഇലക്ട്രോൺ ഇനി എവിടേക്കാണ് പോകേണ്ടത്? 3Dയിലേക്കാണ്. നിങ്ങൾക്കറിയാം പൊസിഷൻ അങ്ങനെയാണ്. 3s 3p കഴിഞ്ഞ് 3D കഴിഞ്ഞ് 4s ആണെങ്കിലും 4sന്റെ ഊർജം 3Dയേക്കാൾ കുറവായതുകൊണ്ട് ഇലക്ട്രോൺ അങ്ങോട്ട് പോയി. അപ്പോൾ 20 ഇലക്ട്രോൺ 4s കഴിഞ്ഞു. 21ാമത്തെ ഇലക്ട്രോൺ പോയത് 3ാമത്തെ ഷെല്ലിൻ്റെ ഡി സബ്ഷെല്ലിലേക്കാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് 3ാമത്തെ ഷെല്ലാണ്. ആക്ച്വലി മൂന്നാമത്തെ ഷെല്ല് 4ാമത്തെ ഷെല്ലിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഇലക്ട്രോൺ പോകുന്ന രീതിയാണ് നമ്മളിവിടെ എഴുതിയതെങ്കിലും നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ രീതിയിലല്ല. നമ്മൾ എഴുതേണ്ടത് ഈ 3Dയെ നമ്മൾ ഇങ്ങനെ ഇപ്പുറത്ത് എഴുതുന്നതിന് പകരം ഇവിടെ തന്നെ എഴുതണം. അതുകൊണ്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ശരിക്ക് 4s2 20 21 ഇങ്ങനെ എഴുതേണ്ടതാണ്. ചെറിയൊരു വിശദീകരണം കൂടി തരാം. 3p കഴിഞ്ഞാൽ 3D ഇവിടെ കിടക്കുന്നുണ്ട്. നിങ്ങൾ ഇവിടെ നോക്കൂ, ഇവിടെ എന്താ 3D കാണാത്തത്? ബിക്കോസ് ദർ ഈസ് നോ ഇലക്ട്രോൺ ഇൻ ദ ഡി സബ്ഷെൽ. ഡി സബ്ഷെൽ ഇലക്ട്രോൺ ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ 3D എഴുതാതിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ 3D ഇവിടെ കിടക്കുന്നുണ്ട്, ബട്ട് ദർ ഈസ് നോ ഇലക്ട്രോൺ ഇൻ ദ 3D സബ്ഷെൽ. ദെയർഫോർ വി ഡു നോട്ട് റൈറ്റ് 3D. അവിടെ ഇലക്ട്രോൺ ഇല്ലെങ്കിൽ എഴുതേണ്ട ആവശ്യം ഇല്ല. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ, ഉയർന്ന ക്ലാസ്സിൽ നിങ്ങൾ അവിടെ 3D എഴുതിയ 0 എന്നൊക്കെ എഴുതും, അത് പിന്നീട് പറയാം. എന്നാൽ 21 വരുമ്പോൾ 20ന് ശേഷം വരുന്ന ഇലക്ട്രോണൊക്കെ ഡി സബ്ഷെല്ലിലേക്കാണ് പോകുന്നത് എന്ന് ഓർത്താൽ മതി. അപ്പം നമ്മൾ ഡി സബ്ഷെല്ലിൽ ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് 3D ഇവിടെ തന്നെ എഴുതണം. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പിയിൽ 18 ഇലക്ട്രോൺ നിറഞ്ഞ് 19ഉം 20 ഇങ്ങോട്ട് പോയി 21ാമത്തെ ഇലക്ട്രോൺ ആണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ 21ാമത്തെ ഇലക്ട്രോൺ ഇതല്ല. ഇലക്ട്രോൺ നിറഞ്ഞത് ഇങ്ങോട്ടാണ്. ഇതുപോലെയായിരിക്കും ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള മൂലകങ്ങളുടെ ഒക്കെ ഇലക്ട്രോൺ ഏതുവരെ ഡി സബ്ഷെല്ലിൽ പോകും. D can carry 10 ഇലക്ട്രോൺ. അപ്പോൾ ഇനി വരുന്ന 21 ഇപ്പോൾ എഴുതിയത്. 22, 23 വരുന്ന ഇലക്ട്രോണുകളൊക്കെ ഇനി ഡി സബ്ഷെല്ലിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ മാക്സിമം ഡിയിൽ എവിടെ വരും? 10 വരെ വരും. നോക്കാം. 1s2, 2s2, 2p6, 3s2, 3p6, 3D അവിടെ കിടക്കട്ടെ. 4s2 ഇപ്പം എത്രയായി? 20 ഇലക്ട്രോണായി. 21 അവിടെ വരും, ഇവിടെ വരും. 22 D, 23 D. ഇപ്പം 23 ആകുമ്പോൾ ഇവിടെ എന്തെഴുതും? 3D 3 എന്ന് എഴുതും. 3D 24 ആകുമ്പോൾ 3D 4, 25 3D 5. അങ്ങനെ ഇവിടെ മാക്സിമം എത്ര വരും? 3D 10. 3D 10 എന്ന് പറയുമ്പോൾ അറ്റോമിക് നമ്പർ 30 സിങ്ക്. ഈ രീതിയിലാണ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇപ്പോൾ ഇവിടെ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം 20ാമത്തെ 20 അറ്റോമിക് നമ്പർ 20 വരെ പോയി 21ാമത്തെ ഇലക്ട്രോൺ മുതൽ ഡി സബ്ഷെല്ലിലേക്കാണ് ഇലക്ട്രോൺ പോകുന്നത്. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ആ ഡി സബ്ഷെൽ എഴുതുമ്പോൾ ഡി സബ്ഷെൽ എഴുതേണ്ടത് 4sന്റെ തൊട്ട് മുൻപേ ആണ്. ബട്ട് ഇലക്ട്രോൺ പോകുന്നത് ആഫ്റ്റർ ഫില്ലിംഗ് 4s സബ്ഷെൽ നിറഞ്ഞിട്ടാണ്. ഈ ഒരു പ്രധാന കാര്യമാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റു ചില പ്രത്യേകതകളോട് പറയാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. ഇപ്പോൾ നിങ്ങൾ ഇതുവരെ പഠിപ്പിച്ച കാര്യം ഉപയോഗിച്ച് അല്ലെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അറ്റോമിക് നമ്പർ, നിങ്ങളെ പുസ്തകം 9ാം ക്ലാസ്സിലെ പുസ്തകം കയ്യിലുണ്ടെങ്കിൽ അതിലും ഇലക്ട്രോണിക് പീരിയോഡിക് ടേബിൾ അതിലുണ്ട്. അപ്പോൾ 1 മുതൽ 30 വരെയുള്ള മൂലകങ്ങളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾ എഴുതി പഠിക്കുക. അങ്ങനെ എഴുതി പഠിക്കുമ്പോൾ ഈ പറഞ്ഞ 20 മുതൽ ശേഷമുള്ള 21 മുതലുള്ള 3D സബ്ഷെല്ലിലേക്ക് ഇലക്ട്രോൺ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. അത് നിങ്ങൾ പല പ്രാവശ്യം ഒരു ക്രമത്തിൽ എഴുതാതെ ഇടകലർത്തി, ഇപ്പോൾ അറ്റോമിക് നമ്പർ 1 കഴിഞ്ഞാൽ ഉടനടി 2 എഴുതാതെ 5, ഒരു 10, 12 അങ്ങനെ ഇടകലർത്തി എഴുതുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ കുറിച്ച് ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ആ രീതിയിലേക്ക് നിങ്ങൾ എഴുതി പഠിക്കേണ്ടതാണ്.
അപ്പോൾ നിങ്ങൾക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ വിന്യാസം 1 മുതൽ 30 വരെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് എഴുതി നോക്കാവുന്നതാണ്. എലമെൻറ്റിൻ്റെ പേരുകൾ നിങ്ങൾക്ക് ബോധറേഷൻ ഉണ്ടാവേണ്ട ആവശ്യമില്ല. എലമെൻറ്റ് ഏതായാലും അറിഞ്ഞാൽ നല്ലതാണ്, ഇല്ലെങ്കിലും പ്രശ്നമില്ല. നിങ്ങൾ അറ്റോമിക് നമ്പർ 1 to 30 ഒന്ന് എഴുതി നോക്കുക. അങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതും? ആദ്യം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഈ സബ്ഷെല്ലുകളാണ്. ഇതിപ്പോൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇത് നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ ആദ്യം എഴുതി വെക്കുക, ഈ സബ്ഷെൽ. അപ്പോൾ എഴുതി വെച്ചതിന് ശേഷം ഇതും കൂടി നിങ്ങൾ എഴുതണം. ഇതെന്താണ്? അതായത് 3p കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രോൺ പോകുന്നത് 4sലേക്കാണ്. അപ്പോൾ അത് 20 വരെ അങ്ങനെ ഉണ്ടാവും. അത് കഴിഞ്ഞ് 21 മുതൽ 30 വരെ എഴുതുമ്പോഴേ നിങ്ങൾക്ക് 3D എഴുതേണ്ട ആവശ്യം വരുള്ളൂ എന്ന് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഞാനൊരു കാര്യം കൂടി ഇവിടെ എഴുതി വയ്ക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് ശ്രദ്ധിക്കാത്തവരുണ്ടെങ്കിൽ ഓരോ ഷെല്ലിലും സബ്ഷെല്ലുകളിലുമുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണമാണ് എഴുതുന്നത്. എസിൽ 2 ഇലക്ട്രോൺ, പി ഹാസ് 6 ഇലക്ട്രോൺ, ഡി ക്യാൻ ക്യാരി 10 ഇലക്ട്രോൺ ആൻഡ് എഫ് ഓഫ് കോഴ്സ് 14 ഇലക്ട്രോൺ. ദിസ് മസ്റ്റ് ബി ഇൻ യുവർ മൈൻഡ്. അപ്പോഴേ നമുക്ക് അറിയാതെ നമ്മൾ 3p7 എന്ന് എഴുതാൻ പറ്റില്ല. സോ ഇത് നിങ്ങൾ വീട്ടിൽ ഇരുന്ന് എഴുതി പഠിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങളും കൂടി. ഇപ്പോൾ ഉദാഹരണം, ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഇനിയിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 3p7 ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ശരിയാണോ? അല്ല. ബിക്കോസ് പി ക്യാൻ ക്യാരി 6 ഇലക്ട്രോൺ, അതുകൊണ്ട് ഇത് തെറ്റാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഡിയിൽ നേരത്തെ എഴുതിയപ്പോൾ D11 സാധ്യമല്ല, കാരണം ഡിയിൽ മാക്സിമം 11 ഇലക്ട്രോണാണ്. അപ്പോൾ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ വരും. അത് നമുക്ക് പിന്നീട് ഏതൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഇന്ന് വരിക എന്നുള്ളത് പിന്നീട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇപ്പം നിങ്ങൾ എന്താവണം? ഇത് എഴുതി വളരെ ക്ലിയർ, ഏത് നമ്പർ ചോദിച്ചാലും, അറ്റോമിക് നമ്പർ ചോദിച്ചാലും, you must able to write the electronic configuration very clearly and quickly without any doubt. അങ്ങനെ എഴുതണമെങ്കിൽ you must have a clear cut idea, very concrete idea of the arrangement of subshell 1s 2s 2p 3s 3p 3d 4s. that is enough. പിന്നെ അവിടെ ഓർത്തിരിക്കേണ്ടത് ആ 3D സബ്ഷെല്ലിൻ്റെ ഒരു പ്രത്യേകത, അത് എനർജി അല്പം കൂടുതലാണ് ആ ഡി സബ്ഷെൽ. അത് നിങ്ങളൊന്ന് ഓർത്താൽ മതി. അതുകൊണ്ട് ഡിയിലേക്ക് ഇലക്ട്രോൺ പെട്ടെന്ന് അങ്ങോട്ട് പോവില്ല. ഇലക്ട്രോൺ ആദ്യം ഫസ്റ്റ് ഗോസ് ടു 4s then 3d. അപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈവൻ ദോ ദ ഇലക്ട്രോൺ ഗോസ് ടു 4s then 3d, ദ പൊസിഷൻ ഓഫ് 3d, ആ 3Dയുടെ സ്ഥാനം എന്ന് പറയുന്നത് ജസ്റ്റ് ബിഫോർ ദി 4s സബ്ഷെൽ. ഇപ്പോൾ ഇതിൽ ഒരു വെറുതെ ചോദിച്ചാൽ ഏതാണ് ഇപ്പോൾ അവസാനത്തെ ഷെല്ല് ചോദിച്ചാൽ 4th ഷെൽ. ഏറ്റവും അവസാനത്തെ സബ്ഷെൽ ഏതാണ്? 4s ആണ്. പക്ഷേ ഇലക്ട്രോൺ പോകുന്നത് ഈ 4s കഴിഞ്ഞിട്ട് 3Dയിലേക്കാണ്. ലാസ്റ്റ് ഇലക്ട്രോൺ എങ്ങോട്ട് പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡി ഉണ്ടെങ്കിൽ ഡി ഇല്ലാത്ത കേസിൽ അതില്ല. ഇത്രയും നിങ്ങൾ ഓർക്കണം. ഞാൻ ഈ പറഞ്ഞ മാതിരി അറ്റോമിക് നമ്പർ 1 to 30 എഴുതി പഠിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.